ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 46-ാമത്തെ വചനം. പിന്നെ റിബേക്ക ഇസഹാക്കിനോട്, ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു. ഈ ദേശക്കാരത്തികളായ ഇവരെ പോലെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അബ്രഹാമിൻ്റെ മകനാണ് ഇസഹാക്ക്. ഇസഹാക്കിൻ്റെ ഭാര്യയാണ് റിബേക്ക. റിബേക്കായിക്ക് 2 മക്കൾ, ഏശാവും യാക്കോബും. അതിൽ ഏശാവ് വിവാഹം കഴിച്ച ഹിത്യ സ്ത്രീകളെക്കുറിച്ചുള്ള പരാതിയാണ് അമ്മയായ റിബേക്ക തൻ്റെ ഭർത്താവായ ഇസഹാക്കിനോട് പറയുന്നത്. റിബേക്ക പറയുന്നു, ഹിത്യ സ്ത്രീകൾ നിമിത്തം, അതായത് തൻ്റെ മകൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന സ്ത്രീ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യം ആയിരിക്കുന്നു. അതാണ് തൻ്റെ ഒന്നാമത്തെ വേദന. ഇന്നും അങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ വളരെയാണ്. ഭവനത്തിനകത്ത് സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ. സന്തോഷത്തോടെ ജീവിച്ച കുടുംബത്തിൽ, ഭക്തൻ്റെ കുടുംബത്തിൽ, അബ്രഹാമിൻ്റെ മകൻ്റെ കുടുംബത്തിൽ, ഒത്തിരി ആത്മീക പാരമ്പര്യം അവകാശപ്പെടുവാൻ ഉള്ള ആ കുടുംബത്തിൽ ജീവിച്ച റിബേക്ക പറയുകയാണ്, എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു. കുടുംബ പ്രശ്നങ്ങളാണെന്ന് പലരുടെയും ജീവിതത്തെ അസഹ്യമാക്കുന്നത്. ഭവനത്തിനകത്ത് നിന്ന് ലഭിക്കേണ്ട സ്നേഹവും കരുതലും ഒന്നും ലഭിക്കാതെ വരുമ്പോൾ നീറി കഴിയുന്ന റിബേക്കാമാർ ധാരാളമുണ്ട്. അടുത്ത തൻ്റെ ആശങ്ക എന്ന് പറയുന്നത്, ഇവരെ പോലെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചുകൊണ്ട് വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്താണ് കാര്യം? ഞാൻ എന്തിന് ജീവിക്കുന്നു? നടക്കാത്ത ഒരു കാര്യം, സംഭവിക്കാത്ത ഒരു കാര്യം അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ ജീവിതം എത്രമാത്രം നരകതുല്യമായിരിക്കും, പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നാണ് റിബേക്ക ഇപ്പോൾ തൻ്റെ ഭർത്താവിനോട് പറയുന്നത്. ആശങ്കകൾ ഇന്ന് അനേകരെ അലട്ടുകയാണ്. വന്ന അനുഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ള ഭയം പലർക്കുമുണ്ട്. ഏശാവ് വിവാഹം കഴിച്ചുകൊണ്ട് വന്ന സ്ത്രീയുടെ ഇടപാടാണോ പെരുമാറ്റമാണോ റിബേക്കായുടെ ജീവിതത്തെ അസഹ്യപ്പെടുത്തിയത് നമുക്കറിയത്തില്ല. എന്നാൽ അവിവാഹിതനായിട്ട് കഴിയുന്ന യാക്കോബും വിവാഹം കഴിച്ചുകൊണ്ടുവരുന്ന സ്ത്രീ, പ്രത്യേകിച്ച് ഹിത്യ സ്ത്രീകളിൽ ആരെയെങ്കിലുമാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ എൻ്റെ സങ്കടം വീണ്ടും ഇരട്ടിയാകും. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ദൈവം നമുക്ക് ദാനം തന്ന ആ ജീവിതം, അതിൻ്റെ നീളം കൂട്ടാൻ ആർക്കും ഒരിക്കലും സാധിക്കത്തില്ല. ദൈവം തന്ന ജീവിതം ഏറ്റവും വിലപ്പെട്ടതാണെന്ന് കരുതി അതിൻ്റെ മേന്മ വർദ്ധിപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അർത്ഥപൂർണമായ ജീവിതം നയിച്ചു എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരുകയുള്ളൂ. മറ്റുള്ളവരെ കരുതുവാനും ശുശ്രൂഷിക്കുവാനും മറ്റുള്ളവരുടെ വേദനകളും പ്രശ്നങ്ങളും അടുത്തറിയുവാനും ആവശ്യഘട്ടങ്ങളിൽ അവരെ സഹായിക്കുവാനും കഴിയാത്ത അനേക പ്രിയപ്പെട്ടവർ എന്ന പല കുടുംബങ്ങളിൽ പാർക്കുന്നുണ്ട്. മനുഷ്യജീവിതത്തെ സ്വാർത്ഥത എന്ന ആ മാരക രോഗം പിടിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരെ കരുതുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള മനസ്സ് വളരെ കുറഞ്ഞിരിക്കുകയാണ്. നീതി നിഷേധിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, നിരാലംബരായി കഴിയുന്ന ധാരാളം ആളുകൾ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചു പോവുകയാണ്. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം, പണം, കഴിവ്, ആരോഗ്യം, ഇതെല്ലാം മറ്റുള്ളവരുടെ വേദനകൾ ശമിപ്പിക്കുവാനും അവരുമായിട്ട് പങ്കുവയ്ക്കുവാനും ഉള്ളതാണെന്നുള്ള ഒരു മനസ്സ്
നമുക്കുണ്ടാകണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെ പണിയുന്നവരായിട്ട് തീരുവാൻ നമുക്ക് കഴിയണം. റിബേക്കായെ പോലെ ആശങ്കപ്പെടുന്ന ഒരുപാട് അമ്മമാർ ഇന്ന് സമൂഹത്തിലുണ്ട്. അവരുടെ മനസ്സ് തണുപ്പിക്കേണ്ടത് തീർച്ചയായും വളരെ അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുകയും പ്രാർത്ഥനയിലൂടെ ദൈവകൃപ പ്രാപിച്ച് ബലപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ജീവിതം അസഹ്യമായിട്ട് തീരുന്ന ആളുകൾക്ക് ചെയ്യുവാനുള്ള പ്രതിവിധി എന്ന് പറയുന്നത്. മനുഷ്യർക്കാർക്കും ഒരുപക്ഷെ നമ്മളെ സഹായിപ്പാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവെന്നാൽ ദൈവത്തിൻ്റെ സഹായം തീർച്ചയായും നമുക്ക് ലഭിക്കും. ആശ്വാസത്തിൻ്റെ ഉറവിടമായ ദൈവം നമ്മെ സഹായിക്കും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ജീവിതം മടുത്ത്, ജീവിതം അസഹനീയമാണ്, ഇനിയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ ഭവനത്തിലുണ്ടാകും എന്നുള്ള ചിന്ത നമ്മിലാരെയും നിരാശയിലേക്ക് തള്ളിവിടുവാൻ പാടില്ല. മറിച്ച് നമ്മുടെ ഭാരം ദൈവത്തിങ്കിൽ നാം വയ്ക്കണം. സകല ചിന്താകുലങ്ങളും യേശു കർത്താവിൻ്റെ മേലിട്ടുകൊള്ളുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവിടുന്ന് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നമ്മുടെ ചിന്താകുലങ്ങൾ അവിടുത്തെ മേൽ ഇട്ടുകൊണ്ട് ജീവിപ്പാൻ സമർപ്പിക്കാം. എല്ലാ നിരാശകളും ആത്മഹത്യ ചിന്തകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ പോലെയാകൂ